ദാറ്റ് ടൈം ഐ ഗോട്ട് റിംഗ് ആൻഡ് ദാറ്റ് ഹാസ് എ സ്ലൈം എന്ന അനിമിയുടെ ലാസ്റ്റ് 2 എപ്പിസോഡാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതിൽ എക്സ്ട്രാ ഉണ്ട് ഒരു എപ്പിസോഡ്, പക്ഷെ അത് വേണമെന്നില്ല. ഇതാണ് മെയിനായിട്ടുള്ള ലാസ്റ്റ് എപ്പിസോഡ്സ്. അപ്പോൾ നിങ്ങൾ ഈ ആനിമ എടുത്ത് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. ലാസ്റ്റ് എപ്പിസോഡ്സ് അല്ലേ, അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്തൊന്ന് ഉഷാറാക്ക്. ഇതിൻ്റെ സീസൺ 2ഉം 3 എല്ലാം ഉണ്ട്. അതെല്ലാം വേണമെങ്കിൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സീസൺ 1 ഇതിലോടുകൂടി അവസാനിക്കും. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മുടെ റിംറോർ എന്നാണ് ഷിസു. ഞാൻ നിനക്ക് നൽകിയ വാക്ക് പാലിക്കും. ഞാൻ നിൻ്റെ കുട്ടികളെല്ലാം നല്ല രീതിക്ക് നോക്കും. അവരുടെ ഉള്ളിലെ ആ മാജിക്കൽ പവർ, അവരുടെ സോളിനെ തന്നെ ഡിസ്ട്രോയ് ആക്കുന്ന ആ മാജിക്കൽ പവറെ കൺട്രോൾ ചെയ്യാൻ ഞാൻ ഒരു വഴി കണ്ടെത്തുമെന്ന് പറയുന്നതാണ്. കാരണം അവരുടെ ഉള്ളിലുള്ള മാജിക്കൽ പവർ റീഇൻകാർനേറ്റ് വരുന്ന എല്ലാവർക്കും കിട്ടുന്നതാണ്. പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മരണപ്പെടും. ഷിസു അതേപോലെ തന്നെ നമ്മുടെ റീഇൻകാർനേറ്റ് വന്നതാണെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു ഫയർ ഡീമൺ സ്പിരിറ്റ് അവളെ സഹായിച്ചുകൊണ്ടാണ് പിന്നീട് അവൾ അതിനെ കൺട്രോൾ ചെയ്തതിന്. അതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഷിസുവിനും ഇതേപോലെ തന്നെ ഡിസ്ട്രോയ് ആയി മരണപ്പെടായിരുന്നു. നമ്മുടെ റിംറു അവരെല്ലാം കൂട്ടിയിട്ട് സുപ്പീരിയർ സ്പിരിറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതാണ്. അന്നേരമാണ് വലിയ ഡോറ് കാണുന്നത്. ആ ഡോറ് കണ്ടപാട് ആ പിള്ളേരെല്ലാം പേടിക്കുന്നുണ്ട്. അത് ചെറുങ്ങനെ റിംറുവിന് മനസ്സിലായി. എന്നിട്ട് റിംറു ചോദിക്കുന്നതാണ്, നിങ്ങളെന്താ പേടിച്ചു പോയോന്ന്. അപ്പോൾ പിള്ളേർ പറയുന്ന, എന്ത് നമ്മൾ പേടിക്കാനാ? നമ്മളൊന്നും പേടിച്ചിട്ടില്ല എന്ന്. റിംറുവിന് മനസ്സിലായി അവർ പേടിച്ചിരുന്നത്. റങ്കേനോട് റിംറു പറയുന്നതാണ്, എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നീ എപ്പോഴും ഈ പിള്ളേരെ എടുത്തോളണം, ഓടിക്കൊള്ളുന്നത്. നമ്മുടെ റങ്കയെ ഒക്കെ പറഞ്ഞ് എന്നിട്ട് റിംറു പറഞ്ഞാൽ ഞാൻ മുന്നിലടക്കാൻ പറഞ്ഞിട്ട് റിംറു ആണ് വാതിൽ തുറന്ന് മുന്നിലേക്ക് നടക്കുന്നത്. പിള്ളേരെല്ലാം പേടിച്ചിട്ടാണുള്ളത്. കാരണം ഒരു സ്ട്രെയിറ്റ് വഴിയാണ് കാണുന്നത്. എത്ര നടന്നിട്ട് തീരുന്നില്ല. പക്ഷെ റിംറു മനസ്സിൽ പറയുന്ന, ഇത് സ്ട്രെയിറ്റ് വഴിയൊന്നുമല്ല. അവൻ്റെ മൈൻഡ് മാപ്പിലൂടെ നോക്കിയപ്പോൾ എന്തോ ഒരു വൃത്തിയിട്ട പസിൽ പോലെയാണ് ഈ സ്ഥലം ഉള്ളത്. എന്നിട്ട് റിംറു അതിലെ കൂടി നടക്കുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് റിംറുവിന് പെട്ടെന്ന് അവർക്ക് ശബ്ദം കേൾക്കുന്നതാണ് കാണിക്കുന്നത്. റിംറു പറയുന്ന എല്ലാവരോടും നിൽക്കുന്നത്. എന്നിട്ട് ബാക്കി പിള്ളേരെല്ലാം പേടിച്ച് അതെന്തോ വൃത്തിയായിട്ട് ചിരിക്കുന്ന ശബ്ദമായിരുന്നു. ആ ശബ്ദം ഏകദേശം ഇങ്ങനെ പറയുന്നത്, പേടിക്ക്, നിങ്ങൾ പേടിക്ക്, കരയ് മറ്റേതാക്കിയിട്ട്. നമ്മുടെ പിള്ളേർ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് പേടിച്ചിട്ട്. പക്ഷേ നമ്മുടെ റിംറു ചോദിക്കുന്ന, നിങ്ങളാണ് സ്പിരിറ്റ്, നമുക്ക് വഴി കാണിച്ചു തരുമോ സുപ്പീരിയർ സ്പിരിറ്റിൻ്റെ അടുക്ക് പോകേണ്ടതെന്ന്. നല്ല സ്പിരിറ്റാണെന്നൊന്നും പെട്ടെന്ന് വഴി കാണിച്ചു കൊടുത്ത് അവിടെ നീല തിളക്കം പോലെ ഒരു വഴി കണ്ട് റിംറു അത് തന്നെ ആയിരിക്കും സുപ്പീരിയർ സ്പിരിറ്റിലേക്കുള്ള വഴിയെന്ന് മനസ്സിലായി അതിൽ കൂടെ നടക്കുന്നതാണ് കാണിക്കുന്നത്. ഇങ്ങനെ കുറച്ചും കൂടി മുന്നോട്ടേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു പെട്ടെന്നൊരു ഗോളത്തെ കാണുന്നുണ്ട്. ആ ഗോളത്തിൽ നിന്ന് അവിടുന്ന് ശബ്ദം പറയുന്നതാണ്, നീ ഈ ഗോളത്തിനെ എങ്ങനെയെങ്കിലും തോപ്പിക്കണം, അന്നേരം നിങ്ങൾ ഈ എക്സാം പാസ്സാവുന്നു. എന്നേരം നമ്മുടെ റിംറു പറയുന്ന, അത് ശരി, ഇത് വളരെ സിമ്പിളായി പോയല്ലോ എന്ന് നമ്മുടെ റിംറു മനസ്സിൽ വിചാരിക്കുന്നതാണ്. പറയുന്നത് ഇതിനെ തോൽപ്പിക്കാനുള്ള സിമ്പിളാന്ന് പറഞ്ഞിട്ട് ഓൻ വിചാരിക്കുന്നതാണ്. അവൻ്റെ ലൈറ്റ്നിങ് ഇല്ലേ, ബ്ലാക്ക് ലൈറ്റ്നിങ്, അത് ഇതിൽ വർക്കാവില്ല. എന്ത് പറഞ്ഞാലും സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായി ആ സ്കൈ ഡ്രാഗനെക്കാട്ടും നല്ല പവർഫുൾ തന്നെയാണ്. കാരണം ഇതിൻ്റെ മെറ്റലാണ് ഇതിൻ്റെ മൊത്തത്തിൽ ഷീൽഡ് പോലെ കവർ ചെയ്തിട്ടുള്ളത്. എന്തായാലും കഷ്ടമായി, എനിക്ക് ആ ലൈറ്റ്നിങ് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല, പിള്ളേരുടെ അടുത്തുള്ളതല്ലേന്ന്. റിംറു പറയുന്നത്, ഇതൊന്ന് പെട്ടെന്ന് അറ്റാക്കെല്ലാം ചെയ്യുന്നത്, നിങ്ങളെന്നെ കൊല്ലാനോ ശ്രമിക്കുന്ന അല്ല എക്സാം ആണോ എടുക്കുന്നതെന്ന്. അവിടെ പറയുന്നത്, അത് തന്നെ എക്സാം, നിങ്ങൾ ഈ ഒന്നിക്കൽ ചാകുക അല്ലെങ്കിൽ ഇതിനെ കൊല്ലുന്നത്. നമ്മുടെ റിംറു പറയുന്നത്, അത് ശരി. റിംറു അതിൽ ഡോജ് ചെയ്തിട്ട് പറയുന്നതാണ്, ഇതാ ഞാൻ വിചാരിച്ച അത്രയും പവർഫുൾ ഒന്നുമല്ല, എനിക്ക് തോന്നുന്നു ഇതിന് നല്ല വെയിറ്റ് ഉണ്ടാവുന്നു. കാരണം എനിക്ക് വേണമെങ്കിൽ ഇതിനെ ക്രഷ് ചെയ്യാൻ പറ്റും. ക്രഷ് ചെയ്താലോ എന്നും കൂടി റിംറു ചിന്തിക്കുന്നുണ്ട്. പിന്നീട് പിള്ളേരെല്ലാം നോക്കിയിട്ട് റിംറു പറയുന്നതാണ്, നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ ഇപ്പം ഇതിനെ ക്രഷ് ചെയ്തിട്ട് വരാമെന്ന്. എന്നിട്ട് റിംറു ബാക്കി സ്പിരിറ്റിനോട് പറയുന്നതാണ്, നിനക്ക് ഈ ഗോളത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ എക്സാം നിർത്തിക്കോന്ന്. ആ സ്പിരിറ്റ് പറയുന്നത്, അത്രയ്ക്കും ധൈര്യമുണ്ട് നീ എന്നെ നശിപ്പിക്കുന്നത്. നമ്മുടെ റിംറു ഈസിക്ക് എന്ത് ചെയ്ത് അവൻ്റെ സ്ട്രിങ് വെച്ചിട്ട് അതിനെ പിടിക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ പാവം സ്പിരിറ്റ് ആകെ മൂഞ്ച അവസ്ഥ. ഇപ്പോൾ ഈ സ്ട്രിങ് വെച്ചിട്ട് പിടിച്ചുകൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ സ്പിരിറ്റിന് പറ്റുന്നില്ല ഗൈസ്. ഏറ്റവും കോമഡി, റിംറു ഇതിപ്പം നശിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഹെൽഫ് ഫ്ലെയിം എടുത്തിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ്. ആ ഫ്ലെയിമിൽ എന്ന് വെച്ചാൽ അത് മൊത്തത്തിൽ അങ്ങ് ഉരുകി ഇല്ലാണ്ടായെന്നാണ് കാണിക്കുന്നത്. ആ പിള്ളേരെല്ലാം കണ്ട് ഫാനാണെന്നാണ്. ഇത്രയും പവർഫുള്ളാണ് നമ്മൾ ആരും വിചാരിച്ചില്ല എന്ന് പിള്ളേർ പറയുന്നതാണ്. ഓൾറെഡി നമുക്കറിയാം റിംറുവിൻ്റെ ഹെൽഫ് ഫ്ലെയിം എത്രത്തോളം പവർഫുള്ളാണ്. നമ്മുടെ റിംറുവിന് വേണ്ടിയിട്ട് പിള്ളേരെല്ലാം പറയുന്ന, നിങ്ങൾ ശരിക്കും ഷിസു സെൻസിനെ പോലെ തന്നെ പവർഫുള്ളാണെന്ന്. റിംറു പറയുന്ന, ഓക്കെ, അതിന് നമുക്കൊരാളെ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഹെൽഫ് ഫ്ലെയിം എടുത്തിട്ട് പറയുന്ന, എനിക്കറിയാം നീ എവിടെയുള്ളതെന്ന്, മര്യാദയ്ക്ക് പുറത്തേക്ക് വരുന്നു, അല്ലെങ്കിൽ ഹെൽഫ് ഫ്ലെയിം ഇട്ടിട്ട് ഞാൻ അറ്റാക്ക് ചെയ്യണമെന്ന്. ആ ലൈറ്റ് പോലത്തെ സാധനം നമ്മളെ അടുത്തേക്ക് എനിക്ക് പറയുന്നതാണ്, വേണ്ട എന്തിനാ ഈ അറ്റാക്ക് എല്ലാം ചെയ്യാൻ പോകുന്നത്, ഞാൻ എത്തി എന്ന് പറയുന്നതാണ്. യെസ് സാർ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നതാണ്. ബാക്കി എല്ലാവരും ആ ഫെയറിനെയും കണ്ടിട്ട് അത്ഭുതപ്പെടുന്നു. പിന്നീട് ആ ഫെയർ പറയുന്ന സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ നാവ് കടിച്ചുകൊണ്ട് എന്നിട്ട് ബാക്കി എല്ലാവരും പറയുന്ന, ടെലിക്കനസിലൂടെ സംസാരിക്കുന്ന ഒരു ഫെയറി പെട്ടെന്ന് വായും കൊണ്ട് സംസാരിച്ചാൽ നാവ് കടിച്ചു എന്ന്. പിന്നീട് ഈ കെയർലെസ് ആയിട്ടുള്ള ഫെയറിയാണ് ഡയലോഗ് കളിക്കുന്നത്. എന്താ ചെയ്യേണ്ടത് റിംറു ചോദിക്കുന്നതാണ്. അപ്പോൾ ആ ഫെയറി പറയുന്നതാണ്, നിങ്ങളെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ലല്ലോ, എൻ്റെ പേരാണ് 10 ഡീമൺ ലോളിൽ
10ാമത്തേതായിട്ടുള്ള റമീസ് എന്ന ഡീമൺ ലോർഡ്. അപ്പോൾ റിമിറോ ഒരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണിട്ട് പറയുന്നതാണ്, ഒരടി കൊള്ളാൻ പോലും ശേഷിയില്ല, നീയാണോ ഡീമൺ ലോർഡ്? എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ഡീമൺ ലോർഡ്. അവളെന്ന് വെച്ചാൽ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഡീമൺ ലോർഡായി. അവൾ അത്രത്തോളം പോലും ശേഷിയില്ലല്ലോ എനിക്കത് നമ്മുടെ റിമിറോ പറയുന്നതാണ്. പിന്നീട് ആ ഫെയർ പറയുന്നത്, നീ മിലീനെ വെച്ചിട്ടാണെങ്കിൽ അവളെ വെച്ച് എന്നെ കമ്പയർ ചെയ്യരുത്. കാരണം വെച്ചാൽ അവൾ പവറാണ് എല്ലാം കരുതി ജീവിക്കുന്നവളാണ്. പിന്നെ ഞാൻ ഇത്രയും ക്യൂട്ടാണ്, ഇത്രയും സുന്ദരിയാണ്. ഇത്രയും സുന്ദരിയായ എനിക്ക് പവറൊന്നും ഷോ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് പവർ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കില്ല എന്നെല്ലാം പറയുന്നത്. പിന്നീട് പറയുന്നത്, നിനക്കെങ്ങനെ മിലീനെല്ലാം അറിയാം? അത് ഞാൻ ചിന്തിച്ചില്ലല്ലോ. പിന്നീട് പറയുന്നതാണ്, ഓ അപ്പം നീ ആ സ്ലൈമാണോ? അപ്പോഴാണ് പിള്ളേരെല്ലാം അത്ഭുതപ്പെട്ടിട്ട് സ്ലൈമാണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ റിമിറോ സ്ലൈമായി കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിള്ളേരെല്ലാം അത്ഭുതപ്പെട്ട് ഒരു സ്ലൈമാണോ എന്ന്. പിന്നെ റിമിറോ എല്ലാവരോടും പറയുന്നത്, നിങ്ങളിപ്പം ഉണ്ടാണ്ടിക്ക് ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങളെല്ലാം പിന്നെ പറഞ്ഞുതരാത്. പിള്ളേരെല്ലാം പറയുന്നത്, ഇത്രയും പവർഫുൾ ഒരു സ്ലൈമായിട്ട് കൂടിയെന്ന്. പിന്നീട് ആ ഫെയർ പറയുന്ന, മിലീൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് എൻ്റെ അടുക്ക് വന്നത്. എന്നിട്ട് പറയുന്ന, ഞാനൊരു ബെസ്റ്റീൻ ഉണ്ടാക്കി എന്നെല്ലാം പറഞ്ഞ്. അപ്പോൾ നമ്മുടെ റിമിറോ പറയുന്ന, എന്നെക്കുറിച്ച് പറയുന്നതല്ല ബെസ്റ്റി എന്നുള്ളത്. പിന്നീട് റിമിറോ പറയുന്ന, എന്നിട്ട് വെറുതെ അല്ല, അപ്പോൾ ഇവള് ഡീമണിലോട് തന്നെ ആയിരിക്കും ഇവളോട് അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നീട് ആ ഫെയറിക്ക് ബിസ്ക്കറ്റെല്ലാം കൊടുത്ത് അവളെ വശത്താക്കുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ ഫെയറി ദേഷ്യം പിടിച്ചിട്ട് പറയുന്നത്, നീ എന്തായാലും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി ആ ഗോളത്തെ നശിപ്പിച്ചില്ലടാന്ന്. അപ്പോൾ റിമിറോ എന്ത് ചെയ്യാനാ പാവോ. അപ്പോൾ നമ്മുടെ ഗോളത്തിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. ഗോളം എന്ന് വെച്ചാൽ 5 എലിമെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നതെന്ന്. അഥവാ വാട്ടർ, സോൾ, പിന്നെ എർത്ത്, അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനത്തെ 5 സോൾ വെച്ചിട്ടാണ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു വെസ്റ്റ് ആദ്യം ഇതേപോലത്തെ ഒരു ഗോളത്തിലായിരുന്നു പണിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴും നമ്മുടെ ഫെയറി പറയുന്നത്, അതേപോലത്തെ ഡിസൈൻ തന്നെ ചെയ്തിരുന്നു. അപ്പോൾ അതിനെന്താ കുഴപ്പമെന്ന് വെച്ചാൽ അതിന് ഹീറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോഴും പറയുന്ന, ഞാൻ അതിൽ വാട്ടർ എലിമെൻറ്റ് ഉപയോഗിച്ച് അത് സോൾവ് ചെയ്ത്, ഞാൻ ഇത്ര സ്മാർട്ടല്ലേ എന്ന്. എന്നിട്ട് പറഞ്ഞാൽ, അതല്ല ഓക്കെ, എനിക്ക് എൻ്റെ അടുക്കുന്ന സഹായം വേണമെന്ന്. അവൾ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എൽഫെയർ ഉപയോഗിച്ച് അതിനിട്ട് അതെ പറഞ്ഞ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, നീ എന്ത് എൽഫെയറിൽ ഉപയോഗിക്കുന്നതെന്ന്. റിമിറോ പറഞ്ഞാൽ, ഞാൻ എന്തായാലും ഇത് ഫ്രീ ആയിട്ടൊന്നല്ല ചെയ്യുക, എനിക്ക് എന്തായാലും പകരത്തെ ഒരു ഗോളം ഉണ്ടാക്കി തരാമെന്ന്. നമ്മുടെ റിമിറോ ആ പിള്ളേരെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതാണ്. അവർ എന്ത് സിറ്റുവേഷനിലാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ ആ സ്പിരിറ്റ് പറയുന്നതാണ്, ഇവർ ഭയങ്കര ഡേഞ്ചറസ് സിറ്റുവേഷനിലാണ്. ഇപ്പം റിമിറോ പറയുന്ന, ആ ക്യൂനോ സ്പിരിറ്റിനെ കാണാൻ കിട്ടുമോ, അതെവിടെയുള്ളതെന്ന്. എന്നേം പറഞ്ഞ, സത്യം പറഞ്ഞാൽ ഞാൻ ആ ക്യൂനോ സ്പിരിറ്റ് ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. റിമിറോ, എന്ത്, നീയാണോ ക്യൂനോ സ്പിരിറ്റ്? തമാശ പറയല്ലേ? എല്ലോ, ഞാൻ ഡീമൺ ലോഡോ, അതുപോലെ ഞാൻ ക്യൂനോ സ്പിരിറ്റും ആണ്. അപ്പോൾ റിമിറോ, ഒരു ഡീമൺ ലോഡ് എങ്ങനെയാണ് ക്യൂനോ സ്പിരിറ്റ് ആവുമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ ഗ്രേസിൽ വീണിട്ടാണ് ഡീമൺ ലോഡ് ആയെന്ന് നമ്മുടെ ആ പെണ്ണ് പറയുന്നതാണ്. അവിടെ നമ്മുടെ റിമിറോ എന്ത് പറഞ്ഞാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ലിയോൺ ഡീമൺ ലോഡും അങ്ങനെ തന്നെ ആയിരുന്നു. റിമിറോനെ വിശ്വസിക്കാൻ പറ്റില്ല. ലിയോണാ? അതെ, ലിയോൺ എൻ്റെ കൂട്ടുകാരനാ. ലിയോണും ഞാനുള്ള ഭയങ്കര കൂട്ടുകാരനായിരുന്നു. ഓനൊരു ഹീറോയിനും ആദ്യം ഒന്ന്. റിമിറോ, എന്ത് ഹീറോ വരെ ഡീമൺ ലോഡാകുന്നു? റിമിറോ പറയുന്നത്, ഇതെന്തൊരു കഷ്ടമാണ്, ഒരു ഹീറോ വരെ ഡീമൺ ലോഡാകുന്നു, എന്ത് സിറ്റുവേഷനാണ്. അവിടെ ഓള് പറയുന്ന, എന്നെപ്പോലെ തന്നെ ഗ്രേസിൽ വീണ് കാണുമോ, അതുകൊണ്ടാണ് അവന് ഡീമൺ ലോഡായി കാണുമോ. ആ സ്പിരിറ്റ് റാമറിസ് പറയുന്നിട്ട് നമ്മുടെ റിമിറോ കൺഫ്യൂസ് ആയിട്ട് പറയുന്ന, എന്തൊരു വേൾഡ് ഇത്, ഇവിടെയുള്ള എല്ലാവരും അഥവാ ഹീറോ തൊട്ടിട്ട് സ്പിരിറ്റ്, ക്യൂണോ സ്പിരിറ്റ് വരെ ഡീമൺ ലോഡാകുന്ന എന്തൊരു വ്യത്യസ്തമായ വേൾഡായത് എന്ന്. പിന്നെ അവൻ പറയുന്ന, സത്യം പറഞ്ഞാൽ ഈ ലിയോണും ഷിസുവും തമ്മിൽ എന്താ കണക്ഷൻ എന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല എന്ന്. റംറിസ് പറയുന്നതാണ്, ലിയോൺ ഒരിക്കൽ എന്നോട് ചോദിച്ച് ഒരു വേറെ ലോകത്തുള്ള ഹീറോസിനെ കിട്ടുമെന്ന്. എനിക്ക് ഞാനത് ആഗ്രഹിക്കാൻ സാധിച്ചു കൊടുക്കാൻ കുറച്ച് കഷ്ടപ്പെട്ട് എന്നല്ല പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ റിമിറോ കൺഫ്യൂസ് ആയിട്ട്, ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നല്ലോ, കഥേൻ്റെ മേലെ കഥയായിട്ട് വരുന്നതാണല്ലോ എന്ന്. അത് കേട്ടിട്ട് നമ്മുടെ ക്യൂനോ സ്പിരിറ്റ് പറഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ സഹായിക്കാൻ പരമാവധി ശ്രമിക്കും, കാരണം ഞാനൊരു ഡീമൺ ലോഡാണ്, എന്നാലും ഞാനൊരു ക്യൂനോ സ്പിരിറ്റാണ്. ഈ വേൾഡിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എൻ്റെ കടമയാണെന്നാണ് ആ ക്യൂനോ സ്പിരിറ്റ് പറയുന്നത്. നീ പേടിക്കേണ്ട, പിള്ളേരുടെ കാര്യം ഞാൻ ഏറ്റുന്നു. അതിനുശേഷം റിമിറോനെയും കൂട്ടിയിട്ട് അവർ നടക്കുന്നതാണ് കാണിക്കുന്നത്. ഇവരെ സുപ്പീരിയർ സ്പിരിറ്റിനെ സമൻ ചെയ്യുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ട്രെയിനിനെ കുറിച്ചും പറയുന്നുണ്ട്. ക്യൂനോ സ്പിരിറ്റ് പറഞ്ഞാൽ, ആ ട്രെയിനി എനിക്കറിയാം, അവളോട് ഒരിക്കൽ കാണാൻ വരാൻ പറഞ്ഞു. റിമിറോ ഓക്കെ പറയുന്നുണ്ട്. പിന്നീട് ആ സ്ഥലമാണ് കാണിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ഥലമാണ്. പിന്നീട് അവിടെ എത്തിയപ്പോൾ നമ്മുടെ ക്യൂനോ സ്പിരിറ്റ് പറയുന്ന, നിങ്ങളിവിടെ സ്പിരിറ്റിനെ സമൺ ചെയ്തോ, അത് കേട്ട് കെന്നി വയ്ക്കുന്നതാണ് സുപ്പീരിയർ സ്പിരിറ്റ് വന്നില്ലെങ്കിലോ എന്ന്. അവർക്ക് മനസ്സിലുണ്ടെങ്കിലേ അവർ വരുമെന്ന് പറയുന്നതാണ് ക്യൂനോ സ്പിരിറ്റ്. പിന്നെ സെപ്പറേറ്റ് സ്പിരിറ്റിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന്. അത് കേട്ട് നമ്മുടെ റിമിറോ, സെപ്പറേറ്റ് സ്പിരിറ്റ് ഇത് വേണം എനിക്കല്ലോ, എനിക്ക് എന്ത് എലിമെൻസിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, എന്തായാലും എൻ്റെ ഡീജനറേറ്റം കൊണ്ട് എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നു. ലിയോൺ ഈ പണി ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് ഈ പണി ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ റിമിറോ പറയുന്നതാണ്.
റിമ്രു എല്ലാവരോടും പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടാൻ പോകുന്നതാണ്. പിന്നീട് റിമ്രു മനസ്സിൽ വിചാരിക്കുന്ന, ഷിസു നീ എവിടെയാ, നീ ഇതെല്ലാം കാണുന്നില്ലേ, നിന്റെ പിള്ളേരെ ഞാൻ രക്ഷപ്പെടുത്താൻ പോകുന്നതാണ്. എന്നേരം നമുക്ക് കാണാൻ പറ്റുന്നത് ഷിസു മരത്തിൻ്റെ അടിയിൽ എനിക്ക് ചിരിക്കുന്നൊരു ഇമേജാണ്. പിള്ളേരെല്ലാം പറയുന്നത് നമ്മൾ വിളിച്ചാൽ സ്പിരിറ്റ് വരുമെന്ന്. റിമ്രു ചോദിക്കാം, നിങ്ങൾ പേടിക്കണം, നിങ്ങൾ സ്പിരിറ്റിനെ വിളിച്ചാൽ വന്നില്ലെങ്കിൽ നമുക്ക് ഡീമണെ വിളിക്കാം. റിമ്രുവിൻ്റെ ഈ ആറ്റിറ്റ്യൂഡാണ് എനിക്കിഷ്ടം. സ്പിരിറ്റ് അല്ലെങ്കിൽ ഡീമൺ, കാര്യം നടന്നാൽ പോരെ. ബ്രൗൺ ഹെയർ ബോയ് പോകുന്ന മുമ്പ് റിമ്രുവിനോട് എന്തെങ്കിലും പറ്റും മുമ്പ് എന്നെ രക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ പോയിട്ട് പ്രെയർ ചെയ്യുന്നതാണ്. എന്നാലും കുറച്ചു നേരം ഒന്നും നടന്നിട്ടില്ല. പിന്നെ കുറേ പൊടി പോലെ ലോ ടൈപ്പ് സ്പിരിറ്റിൻ്റെ സ്പോണാകാൻ തുടങ്ങി. അപ്പോൾ റിമ്രു പറയുന്നത് ഇതും കൊണ്ടൊന്നും നടക്കില്ല, ഞാൻ ഈ സ്പോണാകുന്ന സാധനങ്ങളെല്ലാം അബ്സോർബ് ചെയ്തിട്ട് ഒന്നും കൂടി ഡീജനറേറ്റ് എബിലിറ്റി വെച്ചിട്ട് ഒരു സുപ്പീരിയർ സ്പിരിറ്റിനെ ഉണ്ടാക്കിയാൽ നടക്കില്ലെന്ന്. അപ്പം നമ്മുടെ ഗ്രേറ്റ് സ്റ്റേജ് പറയുന്നത് ഓക്കെ, ഞാനെന്നാൽ ആ എബിലിറ്റി ഓണാക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓണാക്കിയിട്ട് എല്ലാത്തിനും അബ്സോർബ് ചെയ്യുന്നതാണ്. അപ്പോഴും നമ്മുടെ ക്യൂണോ സ്പിരിറ്റ് എനിക്ക് ചോദിക്കുന്നതാണ്, ഇതെന്താ നീ ചെയ്യുന്നത്, നീ അതിനെല്ലാം കഴിച്ചോന്ന്. റിമ്രു പറഞ്ഞാൽ നീ ഇതെല്ലാം കാണ്, എന്നിട്ട് ഡീജനറേറ്റ് എബിലിറ്റി വെക്കുന്നതാണ്. എന്നിട്ട് ആ അബ്സോർബ് ചെയ്ത സ്ഥാനത്ത് തേച്ചു ഒരു ക്യൂണോ സ്പിരിറ്റ് ആക്കിയിട്ട് മാറ്റുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് അത് അവൻ്റെ ശരീരത്തേക്ക് ഇടുന്നതാണ്, ആ ബ്രൗൺ ഹെയർ ബോയിൻ്റെ അവൻ്റെ ശരീരത്തേക്ക് പോയിട്ട് അതൊരു എർത്ത് എബിലിറ്റി ഉള്ളതാണ്. ഇപ്പം റിമ്രു പറഞ്ഞ വെരി ഗുഡ്, എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്ന് ഇപ്പം അവൻ്റെ സോളെല്ലാം സ്റ്റേബിളായിരുന്നു. പിന്നീട് ആ ബ്രൗൺ ഹെയർ ബോയ് എന്താ എല്ലാം ശരിയായെന്ന് ചോദിക്കുന്ന റിമ്രു പറഞ്ഞ എല്ലാം ശരിയായിരുന്നു. ആലിസും ചെന്നപ്പോൾ അവിടെ അവൾക്കും വന്നില്ല സ്പിരിറ്റ്. ലാസ്റ്റിൻ്റെ റിമ്രു അബ്സോർബ് ചെയ്തിട്ട് ഡീജനറേറ്റ് എബിലിറ്റി ഉപയോഗിച്ചിട്ട് അവൾക്ക് ഒരു നല്ല സ്പിരിറ്റിനെ കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് നമ്മുടെ കെന്യയാണ് കാണിക്കുന്നത്. കെന്യ വന്നിട്ട് ഓൻ നിന്നിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്കും തന്നെ ഒരു സുപ്പീരിയർ സ്പിരിറ്റ് അവിടെ സ്പോൺ ആയിട്ടുണ്ട്. ഓൻ ചോദിക്കുന്ന ഇതൊന്നും സംഭവിക്കുന്നത് പ്രാർത്ഥിച്ചിട്ട് തന്നെ ഇല്ലല്ലോ അത്. ആ ലൈറ്റ് സ്പിരിറ്റിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ക്യൂനോ സ്പിരിറ്റ് ചോദിക്കുന്നത്, നീ എന്താ പെട്ടെന്ന് സ്പോൺ ആയത്? അപ്പോൾ ലൈറ്റ് സ്പിരിറ്റ് പറഞ്ഞാൽ എനിക്കെന്താ കുഴപ്പമുണ്ടാകും, ഞാൻ ആ ചെക്കൻ്റെ അടുക്ക പോകുന്നത് പറഞ്ഞിട്ട് ചെക്കൻ്റെ ഉള്ളിലേക്ക് കയറുന്നതാണ്. അവിടെ റിമ്രുവിനോട് ചോദിക്കുന്നത് എന്താ സംഭവിച്ചേ? റിമ്രു ഒരു കുഴപ്പമില്ലാന്ന്. പിന്നീട് നമ്മുടെ റിയോത്തേക്കും റിമ്രു സഹായിക്കുകയാണ് ചെയ്തത്. പിന്നീട് നമ്മുടെ ലാസ്റ്റായിട്ട് ക്ലോറിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ക്ലോയ് പറയുന്നതാണ്, റിമ്രു എനിക്കിന്നോട് കാര്യം പറയാണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന്. നമ്മുടെ റിമ്രു പറയുന്ന ഓക്കെ എനിക്കും നിന്നെ ഇഷ്ടം തന്നെയാണ്. പിന്നീട് മനസ്സിൽ വിചാരിക്കുന്ന, നീ കുറച്ചും കൂടി വലുതാണെങ്കിൽ ഞാൻ എന്നെ ഇഷ്ടപ്പെടുമായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. പിന്നീട് അവിടെ സ്പോണാവാൻ ശ്രമിക്കുന്നതാണ്. പക്ഷെ പെട്ടെന്നൊരു ഭൂമി വിൽക്കം പോലെ വരുന്നതാണ്. അവിടെ ഒരു സുപ്പീരിയർ സ്പിരിറ്റ് തന്നെ സ്പോണാകുന്നതാണ് കാണിക്കുന്നത്. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഗ്രേറ്റ് സ്റ്റേജ് നോക്കിയിട്ട് പറയുന്നത് ഇതൊരു സുപ്പീരിയർ സ്പിരിറ്റ് അല്ല, ഒരു സ്പിരിച്വൽ എനർജി, അത് ഹൈന്ന്. അത് വന്ന് പെട്ടെന്ന് റിമ്രുവിന് കിസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ റിമ്രുവിന് എന്തോ ഹീറോന്റെ ഒരു ടച്ച് ഫീൽ ചെയ്യുന്നതാണ്. പക്ഷെ ഹീറോനെ ഓൻ കണ്ടിട്ട് അറിയില്ല. പക്ഷെ അത് പെട്ടെന്ന് ഇങ്ങനെ കയറിയോണ്ട് തന്നെ റിമ്രുവിൻ്റെ ഉള്ളിൽ ആ വെൽഡോറ ഉണ്ടായിരുന്നു. വെൽഡോറൊക്കെ ഭയങ്കര ദേഷ്യം വരുന്നതാണ് കാണിക്കുന്നത്. എന്നാലും ഹീറോൻ്റെ സോള് പോലെയാണ് കണ്ടത്. ഇതെന്താണ് സംഭവം എന്ന് നമുക്ക് സീസൺ 2 കാണാൻ കിട്ടും, ചിലപ്പം 3. നമ്മുടെ ക്യൂണോ സ്പിരിറ്റ് പിടിച്ചൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല. ആ പെണ്ണിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ റിമ്രു തൻ്റെ ഐസ് വെച്ചിട്ട് നോക്കുന്നതാണ് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന്. പക്ഷേ അവളുടെ ഉള്ളിൽ അത് സേഫായിട്ടാണ് നിൽക്കുന്നത്. അവളെ ശരീരത്തിനൊന്നും ഹാം ചെയ്യുന്നില്ല. മാജിക്കൽ എനർജി ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഇവളെയല്ല, അത് എല്ലാവർക്കും അത്ഭുതം. നമ്മുടെ ക്യൂണോ സ്പിരിറ്റ് പറഞ്ഞാൽ ഇത് ശരിക്കും ക്ലോറിൻ്റെ തന്നെ സ്പിരിറ്റ് ആണെന്ന്. അപ്പോൾ അതെങ്ങനെ ഫ്യൂച്ചറിന് പാസ്റ്റിലേക്ക് വന്നോന്ന് എല്ലാവരും അത്ഭുതപ്പെട്ട് നോക്കുന്ന. അപ്പോഴും നമ്മുടെ ഡിവൈൻ പവർ ഓഫ് ടൈം കിട്ടുമോന്ന് പേടിക്കുന്നതാണ് നമ്മുടെ സ്പിരിറ്റ്. ക്യൂണോ സ്പിരിറ്റ് വരെ അത്ഭുതപ്പെട്ടിട്ടാണ്, ഇത് എന്ത് തരം സ്പിരിറ്റാണ്, ഞാൻ ഇതുവരെ ഇങ്ങനത്തെ സ്പിരിറ്റ് കണ്ടിട്ടില്ലാന്ന്. പിന്നെ റിമ്രു പിള്ളേർ അവിടെ വെക്കുമ്പോൾ കുറേ കുഞ്ഞു സ്പിരിറ്റ് എല്ലാം അങ്ങോട്ട് വരുന്നുണ്ട് അവരിപ്പം കളിക്കാൻ. പിന്നീട് ഷിസുവിൻ്റെ മാസ്ക് നോക്കി റിമ്രു പറയുന്ന എല്ലാം അങ്ങനെ അവസാനിച്ചു ഷിസു എന്ന് പറയുന്നതാണ്. പിന്നീട് നമ്മുടെ റെംറിസിന് വേണ്ടിയിട്ട് ഒരു ഗോളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ ഗോളത്തിന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ഒരു ഹ്യൂമനോയിഡ് ഗോളം പോലത്തെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഗോളം ഉണ്ടാക്കാൻ റിമ്രു കുറേ കഷ്ടപ്പെട്ടിന്. പിന്നീട് തിരിച്ചെത്തിയ റിമ്രുവിനെയാണ് കാണിക്കുന്നത്, അഥവാ സ്ലൈമിനെയാണ് കാണുന്നത്. റിമ്രു യൂക്കിനോട് ചോദിക്കുന്നതാണ് ഇനി അവരെ ആരെ എങ്ങനെയാന്ന്. അപ്പോഴും യൂക്കി പറയുന്ന അവരെ നമ്മളിനി സാധാരണ രീതിയിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ യൂക്കി ചോദിക്കുന്ന എന്നാൽ നീ എങ്ങനെ ഇതെല്ലാം ചെയ്തതെന്ന്. അപ്പോൾ റിമ്രു പറയുന്നത് അതല്ലേ ഒരു സീക്രട്ടാന്ന് പറഞ്ഞിട്ട് കുറേ കോമിക്സ് എല്ലാം എടുത്തു കൊടുക്കുന്നതാണ്. യൂക്കി ഇത്രയും കണ്ടിട്ട് ഭയങ്കര ഞെട്ടിയിട്ട് താങ്ക്സ് വളരെയധികം നന്ദി എന്നെല്ലാം പറയുന്നുണ്ട്. കോമിക്സ് അല്ലേ ഭയങ്കര അവന് ഇഷ്ടമാണ്. 2 പെൺകുട്ടികളും റംഗിൻ്റെ പുറത്തിരുന്ന് കളിക്കുന്നതാണ് കാണുന്നത്. പിന്നീട് നമ്മുടെ റിമ്രു വിചാരിക്കുന്ന ഞാനിവിടെ വന്നതിന് ശേഷം എന്തൊക്കെ അഡ്വഞ്ചറസ് ചെയ്തു, ഈ സമയം എത്ര പെട്ടെന്നാണ് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഓരോ കാര്യം വന്നപ്പം തൊട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ്. എങ്ങനെയാണ് വെൽഡോറേനെ അബ്സോർബ് ചെയ്തതെന്നും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലും പിന്നെ ഗോബ്ലിങ്സിൻ്റെ അടുത്ത് പോയതും എന്ത് പറയണം, മെമ്മറീസ്. പിന്നീട് എങ്ങനെയാണ് ഗോബ്ലിങ്സിന് വേണ്ടിയിട്ട് റംഗേൻ്റെ കൂട്ടത്തിനെല്ലാം തോൽപ്പിച്ചതെന്നും
പിന്നീട് നമ്മുടെ ശിശുവിനെ കണ്ടുമുട്ടിയിട്ട് പിന്നീട് ഡീമൺ അവളെ കൺട്രോളിലെടുത്ത് അങ്ങനെ കുറേ ഫൈറ്റെല്ലാം നടന്നു. ലാസ്റ്റ് അവൾ മരിക്കാൻ നേരത്തുള്ള ആ ഓർമ്മ റിമ്രുവിനോട് അവളുടെ കുട്ടികളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞതും ആ ബോഡി കിട്ടിയതും അതെല്ലാം ഓർക്കുമ്പോൾ ഒരു വല്ലാത്ത മെമ്മറി തന്നെയാണെന്നാണ് റിമ്രു പറയുന്നത്. പിന്നീട് കുറേ അധികം കൂട്ടുകാരെ കിട്ടിയതും പിന്നീട് അവരിപ്പം വളരെയധികം ഫ്രണ്ട്ലി ആണ് എന്ന് പറയുന്നത്. ഇപ്പം എനിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുള്ള സ്ഥിതിയിലായി. അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലെ നമ്മളുടെ മഹാൻ ഗാബീറിൻ്റെ എൻട്രിയാണ്. അതെല്ലാം കാണുമ്പോൾ കോമഡിയാണ്. എന്നാൽ പിന്നീട് നമ്മുടെ ട്രെയിനി പിന്നെ ആ അറ്റാക്ക് ആ മറ്റേ ഗോബ്ലിൻ ലോഡിനെ ഇങ്ങനെയാണ് നശിപ്പിച്ചതെന്ന് പിന്നീട് അവരെങ്ങനെയാണ് ആ വാർ ജയിച്ചതെന്നെല്ലാം പറയുന്നതാണ്. ഡീമൺ ലോഡായിട്ടുള്ള നമ്മുടെ മിലീൻ്റെ എൻട്രി പിന്നീട് അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പിന്നെ അതിൻ്റെ ഇടയിൽ റാബിറ്റീസിനെ മിലീൻ ഈസിക്കെ നശിപ്പിച്ചതും ലാസ്റ്റ് ആ പിള്ളേരുടെ പ്രശ്നവും സോൾവ് ചെയ്തപ്പോൾ എനിക്ക് സമാധാനമായിട്ടൊന്ന് ഇരിക്കും. കാരണം ഞാൻ ശിശുവിന് കൊടുത്ത വാക്കും ഞാൻ നടത്തി. ഇനി എനിക്ക് സമാധാനം ഇരിക്കാമെന്ന്. പിന്നെ നമ്മൾ കാണുന്ന ഒരു ഡീമനെയാണ്. ആ ഡീമൺ റിമ്രുവിനെയാണ് നോക്കുന്നത് ഗ്ലോബിലൂടെ. ഇവനാണ് ഇനി എനിക്ക് ലോകത്തെ തിരിച്ചറിയാൻ സഹായിക്കുകയെന്ന് നമ്മുടെ ആ ഡീമൺ പറയുന്നതാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ പിന്നീട് പിള്ളേരെ കാണിക്കുന്നതാണ്. നമ്മുടെ റിമ്രു തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതാണ്. അതിന് മുമ്പേ പിള്ളേരെല്ലാം കെട്ടിപ്പിടിച്ച് ടാറ്റ ബൈ ബൈ പറയുന്നുണ്ട്. കെഞ്ഞിയെല്ലാം കാരണമുണ്ട് പറയുന്നതാണ്, നിങ്ങൾക്കിനി കുറച്ചും കൂടി ടൈം ഇവിടെ നിന്നൂടെയെന്ന്. പിന്നീട് ക്ലോയി മുന്നോട്ട് കയറുന്നത്. അപ്പം നമ്മുടെ റിമ്രു പറയുന്ന ഈ ശിശുവിൻ്റെ മാസ്ക് ഞാൻ നിനക്ക് തരാമെന്ന്. ക്ലോയി പറയുന്ന എനിക്ക് അവസാനം ഈ മാസ്ക് കിട്ടിയെന്ന്. പിന്നീട് ബാക്കിയെല്ലാവരും പറയുന്ന ഇതെന്താ ചതി ചെയ്യുന്നത്, ബാക്കി ആർക്കും കൊടുക്കാണ്ട് ക്ലോയ്ക്ക് മാത്രം കൊടുക്കുന്നതെന്ന്. റിമ്രു പറയുന്ന ഇല്ല നിങ്ങൾക്കും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു മോഡേൺ ഡ്രസ്സ് കൊടുക്കുന്നതാണ്. ആലിസിനും ക്ലോയ്ക്കെല്ലാം ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിന്. അവർ പറയുന്ന ഇത് എന്ത് രസമാണ്, ഇത് എൻ്റെ ഫ്രണ്ടായിട്ടുള്ള എൻ്റെ നാട്ടിലുള്ള ഷൂനെ ഉണ്ടാക്കിയതാണ്. പിന്നീട് അവർ പോകുന്നതാണ് കാണിക്കുന്നത്. റിമ്രു റങ്കേൻ്റെ പുറത്ത് നിന്നിട്ട് പിന്നീട് നമ്മുടെ ക്ലോയിനെയാണ് കാണിക്കുന്നത്. ക്ലോയി പറയുന്ന എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് സംസാരിക്കാനുണ്ട് ഒന്നും മനസ്സിലാവുന്നുമില്ല എന്ന്. പിന്നീട് റങ്കേനെയാണ് കാണിക്കുന്നത്. റങ്ക പറയുന്നതാണ് ഇതൊന്നേ നിങ്ങൾ ആ മാസ്ക് കൊടുത്തതെന്ന്. അപ്പോൾ നമ്മുടെ റിമ്രു പറയുന്ന എനിക്കെന്തോ അങ്ങനെ കൊടുക്കാൻ തോന്നി, ചിലപ്പോൾ കൊടുക്കുന്നതായിരിക്കും ശരിയെന്ന്. പിന്നീട് നമ്മുടെ റങ്കയും റിമ്രു ഇങ്ങനെ പോകാൻ നേരത്തെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണ്. മരത്തിൻ്റെ അവിടെ ഒരാളുള്ളത് നമുക്ക് കാണുന്നു. അപ്പോൾ റങ്ക പറയുന്ന അവസാനം നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ്. ആ സ്പൈ ചെയ്യുന്നവൻ നോക്കിയിട്ട് പറയുന്ന എനിക്ക് നിന്നെ കിട്ടിയെന്ന്. ഇനി ഈ പെണ്ണും റിമ്രുവായിട്ട് എന്താ പ്രശ്നം എന്നറിയില്ല. എന്നാൽ ലാസ്റ്റ് സീനിൽ നമ്മുടെ റിമ്രു ആണ് പറയുന്നത് 37 ഇയറിൽ മരിച്ചുപോയി വെർജിനായി റീഗാർഡഡ് ആയി പോയ ഒരു സ്ലൈം. നമ്മുടെ റിമ്രു ഇങ്ങനെയെല്ലാം പറയുന്ന നല്ല കോമഡിയാണ്. ഇതിൻ്റെ സെക്കൻഡ് സീസണിൽ ആ പെണ്ണാരാ എന്നെല്ലാം നമുക്കറിയാം. നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് ആനിമയാണോ സജസ്റ്റ് ചെയ്യുന്നത് ആ ആനിമയെ ഞാൻ വേണം എക്സ്പ്ലെയിൻ ചെയ്യും. ഇതാണെങ്കിൽ ഇതും എന്നാൽ ഞാൻ കമൻ്റാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ ബൈ.